എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യമാണ് എൻ്റെ കൂടെയുള്ള ആളുകൾ എന്നോടൊപ്പം ദീർഘകാലം ഉണ്ടാകണമെന്ന ആഗ്രഹം. അല്ലെങ്കിൽ ബിസിനസ് മാനേജ് ചെയ്യുന്ന ആളുകൾ, സ്വന്തം ടീം മെമ്പേഴ്സൊക്കെ നമ്മളോടൊപ്പം ദീർഘകാലം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്. എന്നാൽ ഒരു 5 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ മനസ്സെന്താണ്, അവരെങ്ങനെയായിരിക്കും നമ്മളോടൊപ്പം ഉണ്ടാവാനുള്ള ചാൻസ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആദ്യത്തെ കണ്ടീഷൻ, ഇഫ് യുവർ എംപ്ലോയി ഈസ് സാഡ് ബട്ട് നെവർ കംപ്ലയിൻസ്. അതായത് നമ്മുടെ കൂടെയുള്ള ആൾ വിഷമിച്ച് സങ്കടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്, പക്ഷേ ചിലപ്പോൾ അവർ കംപ്ലയിൻ്റ് ഒന്നും പറയാൻ വരുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു. ആ കണ്ടീഷൻ വളരെ ഡേഞ്ചറസ് ആണ്. അതായത് അവർ തീർച്ചയായിട്ടും മറ്റൊരു അവസരം കിട്ടിയാൽ മാറാൻ തയ്യാറായി തന്നെയായിരിക്കും ഇരിക്കുന്നത്. അവർ ചിലപ്പോഴൊക്കെ നമ്മുടെ കോമ്പറ്റീറ്ററിൽ വരെ പോയി ജോലി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ നാളെ അവർ നമുക്കൊരു കോമ്പറ്റീറ്ററായി മാറാനുള്ള അവസ്ഥ വരെയുണ്ട്. ചിലപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു സ്ഥാപനത്തിൽ, നമ്മളെ കോമ്പറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ സങ്കടപ്പെട്ടോ വിഷമിച്ചോ ആണ് നമ്മളോടൊപ്പം നിന്ന് പോകുന്നതെങ്കിൽ അവിടെ സൂക്ഷിക്കുക. അത് എത്രയും വേഗം കവർ ചെയ്യുക, അല്ലെങ്കിൽ അത്തരം ആളുകൾ നമുക്ക് നാളെ ഒരു ബുദ്ധിമുട്ടായി മാറും. രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് യു നൈദർ പേ യുവർ എംപ്ലോയീസ് വെൽ നോർ റെക്കഗ്നൈസ് ദം. അതായത് തീർച്ചയായിട്ടും ഏറ്റവും കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട അത്ര വേതനം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അവർ ചെയ്യണ നല്ല കാര്യങ്ങളൊന്നും റെക്കഗ്നൈസ് ചെയ്യുന്നുമില്ല, നല്ല കാര്യങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല, പ്രശംസിക്കുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും. അതുകൊണ്ട് തന്നെ അവർ നമ്മളിൽ നിന്ന് മുന്നോട്ട് ലീവ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല അവരുടെ ഫുൾ പ്രൊഡക്ടിവിറ്റി ഒന്നും നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ എടുക്കത്തുമില്ല. കാരണം അവർ മാനസികമായിട്ട് സന്തോഷത്തിലായിരിക്കില്ല ജോലി ചെയ്യുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് യു പേ വെൽ ബട്ട് ഡു നോട്ട് റെസ്പെക്റ്റ് യുവർ എംപ്ലോയീസ്. നമ്മൾ നല്ല ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർക്കൊരു ബഹുമാനവും കൊടുക്കുന്നില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വില കൊടുക്കുന്നില്ല എങ്കിൽ അവിടെയും ഉറപ്പിച്ചോളുക, അവരധികം വൈകാതെ നമ്മളെ വിട്ടുപോകും. മറ്റവസരങ്ങൾ കിട്ടുമ്പോൾ മാറാനുള്ള ചാൻസ് അവിടെയും കൂടുതലാണ്. നാലാമത്തെ കണ്ടീഷൻ, ഇഫ് യു ആർ നോട്ട് പേയിങ് യുവർ എംപ്ലോയി വെൽ ബട്ട് ഗീവിങ് ഹിം എ ലോട്ട് ഓഫ് റെസ്പെക്റ്റ്. ശരിക്കും പറഞ്ഞാൽ വേണ്ടത്ര ശമ്പളമൊന്നും കൊടുക്കുന്നില്ല, അർഹതപ്പെട്ടത്ര ശമ്പളമൊന്നും കൊടുക്കുന്നുണ്ടാവില്ല, പക്ഷേ നല്ല ബഹുമാനമൊക്കെ കൊടുക്കേണ്ട എല്ലാ കാര്യത്തിനും അവർ ഇൻവോൾവ് ചെയ്യിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ കുറേ കാലമൊക്കെ നമ്മുടെ കൂടെ നിന്ന് പോകും. ഹി ഓർ ഷീ വിൽ റിമൈൻ വിത്ത് യു. അവർ നമ്മുടെ കൂടെ നിൽക്കും, പക്ഷേ അതിൻ്റെ അർത്ഥം എന്നും ഉണ്ടാകുന്നൊന്നുമല്ല. ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ പതിയെ പോകാനൊക്കെ ഉള്ള ശ്രമം നടത്തും, പക്ഷേ കുറേ നാളൊക്കെ നിന്ന് പോയി എന്ന് വരാം. അഞ്ചാമത്തെ കണ്ടീഷൻ, ഇഫ് യു ആർ പേയിങ് യുവർ എംപ്ലോയി വെൽ ആൻഡ് ഗീവിങ് ദം റെസ്പെക്റ്റ് ടു. അതായത് നല്ല ശമ്പളവും, കറക്റ്റായിട്ട് ശമ്പളവും കൊടുക്കുന്നുണ്ട്, നല്ല ബഹുമാനവും അവർ ചെയ്യുന്ന ജോലിക്കുള്ള വാല്യൂവും കൊടുക്കുന്നുണ്ടെങ്കിൽ അവരൊരു കാരണവശാലും നമ്മളെ വിട്ടു പോവില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ഈ തൊഴിലാളി പോയി ചാടിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, ആരും ഒരു സ്ഥാപനത്തിൽ വരുന്നത് അവിടെ നിന്ന് മാറണം എന്ന ആഗ്രഹത്തോടു കൂടി ആയിരിക്കില്ല. സാഹചര്യങ്ങളാണ് ആ ജോലി വിട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നത്. ചിലപ്പോൾ ശമ്പളം കൊടുക്കുമ്പോൾ താല്പര്യമില്ലാതെ കൊടുക്കുന്ന രീതിയായിരിക്കാം, ബഹുമാനമില്ല, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് കിട്ടേണ്ട ഒരു വാല്യൂവും കിട്ടാത്ത അവസ്ഥ വരുമ്പോഴൊക്കെയാണ് പല ആളുകളും നമ്മളെ വിട്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടീമിലേക്ക് ആളുകൾ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഈ വരുന്ന ആളുകൾക്ക് കൈയും കാലും മാത്രമല്ല ഉള്ളത്, അവർക്ക് തലച്ചോറ് അല്ലെങ്കിൽ ഹൃദയം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുള്ള ആളുകൾ തന്നെയാണ്. അതിനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ സ്ഥാപനത്തോടൊരു ഇമോഷണൽ ഫീല്, ഒരു അടുപ്പമൊക്കെ അവർക്കുണ്ടെങ്കിൽ അവരിൽ നിന്ന് നല്ല പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടും. അതുപോലെ സ്ഥാപനത്തിൽ മറ്റുള്ള ആളുകൾക്കും വന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം, സാധാരണഗതിയിൽ എംപ്ലോയീസിനെ 4 ടൈപ്പായിട്ട് തിരിക്കാം. ഹൈലി എൻഗേജ്, മോഡറേറ്റ്ലി എൻഗേജ്, ബെയർലി എൻഗേജ് ആൻഡ് ഡിസെൻഗേജ് എന്ന് പറയുന്ന 4 തരത്തിലുള്ള ആളുകൾ. ഡിസെൻഗേജ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തോട് ഒരു പ്രതിബദ്ധതയില്ലാതെ മൊത്തം മാറി നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള ആളുകളുണ്ട്. അവരെപ്പോഴും നമ്മളെ പറ്റിയോ അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്ന ആളുകളെ പറ്റിയോ സ്ഥാപനത്തെ പറ്റിയോ ഗോസിപ്പുകളും നെഗറ്റിവിറ്റി ആയിരിക്കും വരുന്നവരോടൊക്കെ പറയുന്നുണ്ടാവുക. ഹൈലി എൻഗേജ്ഡ് ആണെങ്കിലോ വളരെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഡ്വക്കേറ്റ്സായി മാറും. നമ്മുടെ സ്ഥാപനത്തെ പറ്റി വേറെ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ തന്നെ അവർക്കെതിരെ നിന്ന് ബാധിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ഹാപ്പി കസ്റ്റമേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യും. ഹാപ്പി എംപ്ലോയിക്ക് ഹാപ്പി കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ടീമിലുള്ളവരൊക്കെ നല്ല എൻഗേജ്ഡാണ്, വ്യക്തമായ ക്ലാരിറ്റി, എനർജിയിലാണ് വർക്ക് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തുക. ഇത് പ്രൊഡക്ടിവിറ്റിക്ക് സഹായിക്കും, പ്രോഫിറ്റബിലിറ്റിക്ക് സഹായിക്കും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് സഹായിക്കും. ആത്യന്തികമായിട്ട് നമ്മുടെ സ്ഥാപനം വളരെ സക്സസ്സിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻസൈറ്റ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക. ഈ 5 ചോദ്യങ്ങളൊന്ന് ചോദിക്കുക. അതോടൊപ്പം ഈ 4 കാറ്റഗറിയിലുള്ളതിൽ ഏത് തരം ആളുകളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് അസസ് ചെയ്യുക. നല്ല ആളുകളുമായിട്ട് ഒരുമിച്ച് ദീർഘകാലം പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.